നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഏറ്റവും പുതിയ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട്. കേരള PSCയുടെ പ്രിലിമിനറി എക്സാം ഏതെങ്കിലും കാരണവശാൽ എഴുതാൻ സാധിക്കാതെ വന്നവർ, അതിൽ തക്കതായ കാരണമുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കാണിച്ച് നിങ്ങൾക്കത് ഒന്നുകൂടി എഴുതാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പ്രിലിമിനറി എഴുതാത്തവരുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 28/12/2024, 11/1/2025, 25/1/2025 എന്നീ തീയതികളിൽ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രാഥമിക പരീക്ഷകൾക്ക് ചുവടെ പറയുന്ന കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ PSC ഓഫീസിൽ, തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ എവിടെയാണെന്ന് പറയാം, മറ്റെല്ലാ ജില്ലകളിലുമാണെങ്കിൽ ജില്ലാ ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകേണ്ടതാണ്. അങ്ങനെ അപേക്ഷ നൽകുന്നവർക്ക് ഫെബ്രുവരി 8-ാം തീയതി 8/2/2025 നടക്കുന്ന 4ാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകളാണെങ്കിൽ തിരുവനന്തപുരം ആസ്ഥാന ഓഫീസിലെ EF സെക്ഷനിൽ നൽകേണ്ടതാണ്. തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നതല്ല. 27/1/2025 മുതൽ 31/1/2025 വൈകുന്നേരം 5:15 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ ജനുവരി 31-ന് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 27-ന് മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീണ്ടും അപേക്ഷിക്കേണ്ടതാണ്. 27/1/2025 മുന്നേ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി അപ്ലൈ ചെയ്യേണ്ടതാണ്. സ്വീകാര്യമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PSC പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ്, പരീക്ഷാ തീയതി തെളിയിക്കുന്ന 2 ഈ പറഞ്ഞ പ്രിലിമിനറി എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഏതാണോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളത് അതിൻ്റെ എക്സാം ഡേറ്റ് തെളിയിക്കുന്ന അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ്. അടുത്തത്, ആക്സിഡൻറ്റ് പറ്റി ചികിത്സയിൽ ഉള്ളവർ, അസുഖബാധിതർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ്. മൂന്നാമത്തേത്, പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിക്കാം, അതിൻ്റെ അവസാനം പറയാം എങ്ങനെയാണ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം. പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ, പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ, അങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ, റെസ്റ്റ് ആവശ്യമുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചേഞ്ച് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കുക. പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 6 കാരണങ്ങളാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എക്സാം എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി 8-ാം തീയതിയുള്ള എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിപ്പോൾ 31-ാം തീയതിക്ക് മുമ്പേ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഇതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്ന ആ ട്രീറ്റ്മെൻറ്റ് ഇത് ഡോക്ടറുടെ അണ്ടറിലായിരുന്നു, ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഫർണിഷ് ദ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യൻസ് കണ്ടീഷൻ ഓൺ ദ ഡേറ്റ് ഓഫ് കൺസൾട്ടേഷൻ വിച്ച് ഹാസ് നെസസിറ്റേറ്റഡ് ഹിസ് ഓർ ആബ്സെൻസ് ഇൻ ദ PSC എക്സാമിനേഷൻ ഓൺ, അതുകൂടി സ്പെസിഫൈ ചെയ്ത് അവർ സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് PSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. PSCയിൽ മസ്റ്റ് നോ എന്നൊരു പോർഷൻ ഉണ്ട്. ആ മസ്റ്റ് നോയിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, PSC എക്സാമിനേഷൻ അപ്ഡേറ്റ്സിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവിടെ കണ്ടില്ലാത്തവരാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോസ്റ്റിനോട് ചേർന്ന് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.